ഓരോ നാടിനും അതിൻ്റേതായ സ്ഥലനാമവിശേഷണങ്ങളുണ്ട്. നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് അനന്തൻകാട് എന്നായിരുന്നു. അനന്തൻകാട് ക്രമേണ അനന്തപുരവും പിന്നീട് തിരുവനന്തപുരവുമായി മാറി. പണ്ടുകാലത്ത് നമ്മെ ഭരിച്ചിരുന്നത് പല പല നാട്ടുരാജാക്കന്മാരായിരുന്നു. ഇവർ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. യുദ്ധതന്ത്രം എന്ന നിലയിൽ മനഃശക്തി ഉപയോഗിച്ച് ആഭിചാര കർമ്മങ്ങളിലൂടെ എതിർ രാജ്യത്തെ പ്രജകളെ മാറാ രോഗങ്ങൾക്ക് വിധേയമാക്കി തങ്ങളുടെ അടിമകളാക്കി മാറ്റുക സർവ്വസാധാരണമായിരുന്നു. മനഃശക്തിയാൽ സൃഷ്ടിക്കുന്ന ഊർജത്തെ മരുന്നുകൊണ്ട് മാറ്റാനാവില്ല, പക്ഷേ മന്ത്രം കൊണ്ട് സാധിക്കും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാക്കന്മാർ സിദ്ധഗുരുക്കന്മാരുടെ സഹായത്തോടെ പ്രജകളെ ബാധിച്ച രോഗകാരകനായ ഊർജത്തെ ആവാഹിച്ച് നാളികേരത്തിലോ മറ്റോ സന്നിവേശിപ്പിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന ഊർജത്തെ പിന്നീട് വേപ്പ്, കൂവളം മുതലായ കൽപ്പവൃക്ഷങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നതായിരുന്നു പൗരാണിക മാർഗം. അനന്തൻകാടിന്റെ ആത്മീയവും ഭരണപരവുമായ ആസ്ഥാനമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവും അതിന്റെ ചുറ്റുവട്ടങ്ങളും. പൗരാണിക അനന്തൻകാടിന്റെ ശേഷിപ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് കാണുന്ന സർപ്പക്കാവ്. ഈ കാവിൽ വെച്ചായിരുന്നു പണ്ടുകാലത്ത് സിദ്ധാചാര്യന്മാർ രോഗബാധകളെ ആവാഹിച്ച് എണ്ണക്കുരുക്കളിലേക്ക് സന്നിവേശിപ്പിച്ചിരുന്നത്. ഇങ്ങനെ ഊർജ സന്നിവേശം നടത്തിയ വസ്തുക്കളെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ക്ഷേത്രമായിരുന്നു പൂവത്തൂർ ഗ്രാമത്തിലെ മാങ്കോട് മഹാവിഷ്ണു ക്ഷേത്രം. പിന്നീട് ഗ്രഹനിലകൾ അനുകൂലമായി വരുന്ന രാത്രിയുടെ നിശ്ചിത യാമങ്ങളിൽ മേൽപ്പറഞ്ഞ ഊർജങ്ങളെ വിവിധതരം കൽപ്പങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചിരുന്നു. പൂവത്തൂർ ഗ്രാമത്തിന്റെ പൗരാണിക നാമം പൂവത്ത് ഊര് എന്നായിരുന്നു. വിരുദ്ധ ഊർജത്തെ അനുകൂല ഊർജമാക്കി മാറ്റുവാൻ കഴിയുന്ന 10 പൂക്കൾ സമൃദ്ധമായി വളർന്നിരുന്ന ഊര് ആയിരുന്ന പൂപ്പത്തൂര് ആണ് ക്രമേണ പൂവത്തൂരായി അറിയപ്പെട്ടത്. പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായുള്ള പന്തംവിള എന്ന പുരയിടത്തിൽ വെച്ചായിരുന്നു ശാസ്ത്രീയമായി നാട്ടിയ തീപന്തങ്ങളുടെ വെളിച്ചത്തിൽ ഉച്ചാടന സന്നിവേശ കർമ്മങ്ങൾ നടത്തിയിരുന്നത്. പന്തംവിള എന്ന ആ 18 ഏക്കർ പ്രദേശത്താണ് ഇപ്പോൾ ഇന്റിമസി ഹീലിംഗ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. പൂവത്തൂരിൻ്റെ ചരിത്രം കാലാതീതമായ ചരിത്രമാണ്. ചരിത്രത്തിന് മുമ്പുള്ള ചരിത്രമാണ്. കാരണം എൻ്റെ പിതാവ് പൂവത്തൂർ ഭാർഗവൻ അവർ പറഞ്ഞതുപോലെ ദേവന്മാരുടെയും അസുരന്മാരുടെയും മത്സരത്തിൽ നിന്ന് മോചിതമായ ഒരു പുണ്യസ്ഥലമാണ് പൂവത്തൂർ എന്ന് പറയാം. പൂവത്തൂർ ഇൻറ്റിമസി എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ പൂവത്തൂർ സ്ഥിരമായി സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ എന്നല്ല സമഗ്ര മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. പൂവത്തൂർ ഇൻറ്റിമസി സ്ഥിതി ചെയ്യുന്നതിൻ്റെ പടിഞ്ഞാറ് വശം മഹാവിഷ്ണു ക്ഷേത്രം. 4500ഓളം പഴക്കമുള്ള ഒരു ക്ഷേത്രമെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. ഈ ഇൻറ്റിമസിയുടെ വരാൻ പോകുന്ന ചരിത്രം പൂവത്തൂരിൻ്റെ ചരിത്രമാണ്. ഈ പൂവത്തൂരിൻ്റെ ചരിത്രം നമ്മുടെ ഭാരതീയ ചരിത്രമായി മാറും. ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും എല്ലാ നൂലാമാലകളും പഠിച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇന്ന് നമ്മുടെ ഇൻറ്റിമസിയുടെ ഡയറക്ടറായ ഗുരുജി. ഇൻറ്റിമസി എന്ന വാക്ക് 2 വാക്കുകളുടെ ചേർച്ചയാണ്. ഇൻഡി അസി. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് ഇന്ത്യയും ഈ തത്വമസി എന്ന ഒരു വേദവാക്യമുണ്ട്. നമുക്കുള്ള 4 വേദങ്ങൾക്കും ഓരോ സൂത്രവാക്യങ്ങളുണ്ട്. ആദ്യത്തെ വേദത്തിന് പ്രജ്ഞാനം ബ്രഹ്മം, സത്യം എന്ന് പറയുന്നത് അതീന്ദ്രിയമായ ജ്ഞാനമാണ് എന്ന് ഋഗ്വേദം. 2ാം വേദം പറയുന്നു അഹം ബ്രഹ്മസ്മി, എൻ്റെ ആത്മാവാണ് ബ്രഹ്മം. ഞാൻ അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ബ്രഹ്മമാണെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഞാനാരാ? അപ്പോൾ പറയും തത്വമസി,
മൂന്നാം വേദം സാമവേദം പറയുന്നു തത്, അത് നീ തന്നെ ആകുന്നു, ത്വം നീ, അസി ആകുന്നു. ഇന്ത്യ എന്ന രാജ്യം പൗരാണികമായി എല്ലാ മനുഷ്യരോടും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനകളുടെ ആ ഒരു ആസ്ഥാനം അല്ലെങ്കിൽ ലക്ഷ്യം നീ തന്നെയാകുന്നു, അഥവാ നിൻ്റെ ഈശ്വരൻ നീ തന്നെയാകുന്നു. പൗരാണിക ഭാരതം ഓരോ മനുഷ്യരോടും പറഞ്ഞത് നിന്നിലേക്ക് മടങ്ങുക, നിൻ്റെ ഊർജത്തെ തിരിച്ചറിയുക. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പൗരാണിക ഭാരതത്തിൻ്റെ ഒരു വാഗ്ദാനം തന്നെയാണ്. എന്താണ് ആ വാഗ്ദാനം? ശൃണുന്തു വിശ്വേ അമൃതസ്യ പുത്ര. ഏയ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ഋഷീശ്വരന്മാരെ വിളിക്കുകയാണ്, ഏയ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ അമരത്വത്തിൻ്റെ കുട്ടികളാണ്. അതായത് മരണമില്ലാത്തൊരവസ്ഥ പോലും നിങ്ങൾക്ക് അതീന്ദ്രിയമായ അറിവിലൂടെ ആർജിക്കാൻ കഴിയുമെന്ന്. ഇടക്കാലത്തൊക്കെ ആൾക്കാർ ചിന്തിച്ചു, ഇതെല്ലാം ഒരു എന്താണ് പ്രാചീന മനുഷ്യൻ്റെ സങ്കല്പങ്ങളോ അവകാശവാദങ്ങളോ ആണെന്ന്. ഇന്ന് അൾട്രാ മോഡേൺ സയൻസും അത് തന്നെ പറയുന്നു. ക്വാണ്ടം ഫിസിക്സിൻ്റെ ആ ഒരു പിന്തുടർച്ചയായിട്ട് വളർന്നു വരുന്ന ക്വാണ്ടം ഹീലിംഗ് ശ്രമിക്കുന്നത് ഒരു ഏജ്ലെസ് ബോഡി, കാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന ശരീരത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ആധുനിക ശാസ്ത്രജ്ഞന്മാർ. അതിൻ്റെ ഒരു പരിപൂർണതയാണ് ആയുർവേദത്തിലും സിദ്ധവേദത്തിലുമൊക്കെ ഗുരുക്കന്മാർ അവലംബിച്ചിരുന്ന കായകൽപ്പ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരീരത്തെ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുക. എന്തായാലും ആധുനിക മനുഷ്യൻ ആ തരത്തിലേക്കൊന്നും നീങ്ങുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്ന് നാം നേരിടുന്ന സർവ പ്രശ്നങ്ങൾക്കും, ശാരീരികവും മാനസികവും ആത്മീയവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അവനവൻ്റെ തന്നെ ഉള്ളിലേക്കുള്ള ശക്തിയിലേക്ക് ശ്രദ്ധ വെക്കുക എന്നതാണ് പൗരാണിക ആചാര്യന്മാരുടെ വാഗ്ദാനം. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ഇൻറ്റിമസി എന്ന ആശയത്തെ ഇവിടെ ആവിഷ്കരിച്ചത്. എൻ്റെ പേര് വിനോജ്. ഞാൻ ഇൻറ്റിമസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 14 വർഷമായിട്ടുണ്ട്. കുറച്ച് ദിവസം ഞാൻ ക്ഷേത്രങ്ങളിൽ പൂജാരിയായിട്ട് നടന്നിട്ടുണ്ട്. മന്ത്രവാദങ്ങളിലൂടെ ഈശ്വരനെ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ഫെയിലിയറാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഈശ്വരനെ അറിയാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങനൊരു കുടപ്പനക്കുന്നിൽ ഒരു യോഗീശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, നീ അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറയുകയും അങ്ങനെ ഞാൻ അദ്ദേഹത്തെ തേടി വന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അദ്ദേഹത്തിൽ എന്തോ ഒരു ചൈതന്യം ഉള്ളതായിട്ട് തിരിച്ചറിയുകയും അദ്ദേഹത്തോട് എൻ്റെ ലൈഫിലെ ട്രാജഡി എല്ലാം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ യോഗ എന്താണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ 14 വർഷമായിട്ട് സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി എല്ലാ രീതിയിലും ഞാനൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്, ഞാൻ ഹാപ്പി ആയിട്ട് ഇൻറ്റിമസിയിൽ തുടർന്ന് പോകുന്നുണ്ട്. എൻ്റെ പേര് രൂപശിഖ. ഞാനിവിടെ യോഗ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസിൽ വർക്ക് ചെയ്തപ്പോഴും ആ ഒരു എസൻസ് എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പല സ്ഥലത്തും യോഗേനെ ഒരു ഷോ ഓഫ് മാത്രമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ആസ് എ യോഗ ടീച്ചർ എനിക്ക് വളരെ പ്രൗഡാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാനായിട്ട്. പിന്നെ വളരെ സ്പിരിച്വലി അപ്ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇത് നടത്തുന്നത്, ഗുരുജി യോഗി ശിവൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനും നമുക്കത് വർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്രയും എനർജറ്റിക് ആണ് ഈ പ്ലേസ്. ആർഷഭാരത സംസ്കാരത്തിൽ ഊറ്റം കൊണ്ട് ജീവിച്ചവരായിരുന്നു പൗരാണിക കാലത്തെ ഭാരതീയർ. 560ഓളം നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു കിടന്ന മഹാഭാരത ദേശത്തെ സ്ഥിരം കാഴ്ചകളായിരുന്നു നാട്ടിൻപുറത്തെ കവാടം, ഗോശാല, കൃഷിയിടം, വാസസ്ഥലം, കുളം, അതിനടുത്തായി ചർച്ചാമണ്ഡപം, കളരി ചികിത്സാ കേന്ദ്രം ഇവയൊക്കെ. ഇന്ന് വലിയൊരു തർക്കം പോലും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഭാരതം എന്ന വാക്കാണോ ഇന്ത്യ എന്ന വാക്കാണോ ഉപയോഗിക്കേണ്ടതെന്ന്. ലോകമാസകലം ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? അവരന്വേഷിക്കുന്ന ആ അതിരില്ലാത്ത ആനന്ദത്തിനും അറിവിനും വേണ്ടി. ഈ അതിരില്ലാത്ത ആനന്ദവും അറിവും ഭാനം എന്ന ഒരു വാക്കിനാലാണ് പൗരാണിക ഭാരതത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഭാനം എന്ന് പറഞ്ഞാൽ ഹയർ കോൺഷ്യസ്നെസ്, നോളജ് എബൌട്ട് ദ ഇൻഫിനിറ്റി, അനന്തതയെക്കുറിച്ചുള്ള അറിവ്. ഈ മോഡേൺ സയൻസിലൊരു വാചകമുണ്ട്, യു ആർ വാട്ട് യു നോ.
അതായത് നീ എന്തറിയുന്നു അതാണ് നീ. അനന്തതയെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായാൽ ഞാൻ അതായി മാറുന്നു. അനന്തമായ ആ അറിവാണ് അനന്തമായ ശക്തിയും അനന്തമായ ആനന്ദവും. ഈ ഭാനത്തിൽ, ഈ അനന്തമായ ആനന്ദത്തിൽ രമിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അവരാണ് ഭാരതീയർ എന്നറിയപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന ഭാരതം യഥാർത്ഥത്തിൽ ഒരു വലിയ സാംസ്കാരിക സമുച്ചയമായിരുന്നു പണ്ട് കാലത്ത്. അതായത് ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, കംബോഡിയ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളെല്ലാം, ഇന്നത്തെ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയായിരുന്നു പൗരാണിക ഭാരതം. ആ ഭാരതത്തിനെ സൃഷ്ടിച്ചിരുന്നത് ചെറുഗ്രാമങ്ങളായിരുന്നു. അതായത് ചെറുഗ്രാമങ്ങൾ ചേർന്ന രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും പല നാട്ടുരാജ്യങ്ങൾ ചേർന്ന ചക്രവർത്തി പദങ്ങളും പല ചക്രവർത്തി പദങ്ങളും ചേർന്ന ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മ, അതായിരുന്നു പൗരാണിക ഭാരതം. ഈ ഭാരത സംസ്കൃതിയെ സജീവമാക്കി നിലനിർത്തിയിരുന്ന ചെറുഗ്രാമങ്ങളുടെ പ്രത്യേകത, അവയെല്ലാം സ്വയം പര്യാപ്തമായ ഒരു വിശാല കുടുംബമായിരുന്നു. ഈ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങൾക്ക് ചില പ്രത്യേകതകളും ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നൊരാൾ ഈ വീട്ടിലേക്ക് വന്നാൽ അവരെ ആദ്യം കാണുന്നത് ഒരു ഗോശാലയായിരിക്കും. അതായത് ഈ ഒരു അതിഥിയെ സ്വീകരിക്കുന്നത് പശുക്കളായിരിക്കും. ആ ഗോശാലയുടെ ഒരു ഭാഗം കൃഷി സ്ഥലങ്ങളായിരിക്കും, മറുഭാഗത്ത് വാസഗൃഹങ്ങളുമായിരിക്കും. എന്നിട്ട് ഈ ഗ്രാമത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഒരു കുളമുണ്ടായിരിക്കും. ആ കുളക്കടവിൽ ഒരു ചർച്ചാ മണ്ഡപം ഉണ്ടാവും, ഒരു ആംഫി തിയേറ്റർ, ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ടാവും. ഈ കുളക്കടവിൽ എല്ലാ ഗ്രാമവാസികളും ഒരുമിച്ച് കൂടും. അവർ അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഈ ചർച്ചാ മണ്ഡപത്തിലിരുന്ന്. കുട്ടികൾ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന അതാണ് ആ പ്രദർശന തട്ട്. ഇതിനോട് അനുബന്ധിച്ച് ഒരു കുഴിക്കളരി ഉണ്ടാവും. അത് മിക്കവാറും 40 അടി കളരിയായിരിക്കും. അതായത് പയറ്റ് കളരി, ഈ സാധന ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന കളരികൾ 40 അടി എന്ന് പറയും, 42 അടിയാണ്. പിന്നെ അംഗക്കളരികളുണ്ട്, അത് 60 അടിയാണ്. അത് ചില പൊതുസ്ഥലങ്ങളിൽ രാജാവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഗ്രാമത്തിൽ ഈ ഒരു കുഴിക്കളരി ഉണ്ടാവും. ആ കുഴിക്കളരിയോടനുബന്ധിച്ച് ഒരു കളരി ചികിത്സാ കേന്ദ്രവും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഈ കളരി ചികിത്സാ കേന്ദ്രം ഇന്നത്തെ മെഡിക്കൽ കോളേജ് പോലെയാണ്. അതായത് ഈ കളരികളിൽ നിന്ന് ഈ യോദ്ധാക്കളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കളരികളിലും ബാൽക്കണി ഉണ്ടാവും. കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ഈ റിക്രൂട്ടേഴ്സുണ്ട്, ഇതിനെ സൈന്യത്തിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നവർ, അവർക്കൊരു ഏരിയൽ വ്യൂ കിട്ടാനാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോരാളികളുടെ ആ മെയ്വഴക്കവും കൈത്തഴക്കവും മുകളിൽ നിന്ന് നോക്കുമ്പോഴേ കൃത്യമായൊരു ഐഡിയ കിട്ടുള്ളൂ. അവിടെ നിന്ന് ഈ സൈന്യത്തിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യും. യുദ്ധരംഗത്തേക്ക് പോകുന്ന യോദ്ധാക്കൾക്ക് വേണ്ട വൈദ്യ പരിജ്ഞാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് കളരി ചികിത്സാ കേന്ദ്രങ്ങൾ പ്രധാനമായും നിലനിർത്തിയിരുന്നത്. ഒപ്പം ഗ്രാമവാസികളുടെ ആരോഗ്യ പരിരക്ഷയും അതുകൊണ്ട് നടത്തിയിരുന്നു. ഈ മെഡിക്കൽ കോളേജിൽ യഥാർത്ഥത്തിൽ ഡോക്ടർമാരെ ട്രെയിൻ ചെയ്യാനാണ് അതൊരു വലിയ ആശുപത്രിയായി നിലനിർത്തുന്നത്. വിവിധ തരം രോഗികൾ വരുമ്പോൾ ഈ ഡോക്ടേഴ്സിന് അത് പഠിക്കാനുള്ള അവസരമുണ്ടാകും. അതുപോലെ തന്നെയാണ് പല രോഗങ്ങളും പല പ്രതിബന്ധങ്ങളും യുദ്ധരംഗത്ത് നേരിടേണ്ടി വരും. അവർക്ക് പെട്ടെന്ന് സഹായം പുറത്തുനിന്ന് കിട്ടില്ല. അപ്പോൾ ആ ഒരു സ്വയം പര്യാപ്തതയാണ് ഈ കളരി ചികിത്സാ കേന്ദ്രം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ നാം കാണുന്ന ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ ബാലൻസ്. പ്രകൃതിയുമായി സമരസപ്പെട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെ നമുക്ക് ഇന്ന് പുനർസൃഷ്ടിക്കാൻ കഴിയും. ആ ഒരു പുനർസൃഷ്ടിയാണ് ഇൻറ്റിമസിയിൽ നാം നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രവാസിയായിരുന്ന ശിവദാസനിൽ ഉണ്ടായ സ്വപ്നദർശനത്തിന്റെ അനന്തരഫലമാണ് ഈ സ്ഥലത്ത് എത്തിപ്പെടാനുള്ള മുഖ്യ കാരണം. താൻ സ്വപ്നത്തിൽ കണ്ട യഥാർത്ഥ കാഴ്ചകൾ തന്നെയാണ് അദ്ദേഹം ഇവിടെ നേരിട്ടെത്തിയപ്പോൾ അനുഭവപ്പെട്ടത്. ഞാൻ ഈ സ്ഥലത്ത് വന്നുപെട്ടത് തന്നെ
രസകരമായൊരു കഥയാണ്. ഞാൻ 89 ഒമാനിൽ പോയതാണ്. അവിടെ നിന്ന് 93 അവിടെ ഉപേക്ഷിച്ചിട്ട് സന്യാസം സ്വീകരിക്കണമെന്ന ആഗ്രഹത്തിൽ ഇന്ത്യയിൽ തിരിച്ചു വന്നു. പിന്നെ ഒരു 4-5 വർഷത്തെ സന്യാസ ജീവിതം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒമാനിലേക്ക് തിരിച്ചു പോയി. അവിടെ വച്ച് അറൗണ്ട് ഒരു 2002 നെതർലൻഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ഞാൻ തുടങ്ങിയതാണ്. ഹോളണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ്. പക്ഷേ അതിൻ്റെ പേപ്പർ വർക്കുകൾ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ ഈ സ്ഥലമാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഒടുവിൽ വളരെ ശ്രമപ്പെട്ട് പല റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ആര്യനാട് ചെങ്കൽ ഏരിയയിലെ ഈ കുന്നും പ്രദേശത്ത് ഒരു 10 ഏക്കർ വസ്തു കണ്ടെത്തണമെന്ന് ഒമാനിൽ നിന്ന് ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് പല രീതിയിൽ അവർ അന്വേഷിച്ച് എന്നോട് വരാൻ പറയും. 4-5 സ്ഥലം കണ്ടുവച്ചിട്ട് ഞാൻ വന്ന് ഇങ്ങനെ പല സ്ഥലങ്ങളും നോക്കി, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ഒടുവിൽ ഞാൻ ഈ നെടുമങ്ങാട് നിന്ന് കടക്കിലേക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഏജൻറ്റ് വിളിച്ച് പറഞ്ഞ് അടുത്തൊരു 8.5 ഏക്കർ വസ്തു കൊണ്ടുവന്ന് കണ്ടിട്ട് പോകാം. അങ്ങനെ ഏകദേശം ഒരു സന്ധ്യയോടുകൂടി ഞാനിവിടെ എത്തുകയാണ്. ഇന്ന് ആ സ്വിമ്മിംഗ് പൂൾ നിൽക്കുന്ന ആ സ്ഥലത്ത് ഞാൻ പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ ഈ ക്ഷേത്രം കാണുകയാണ് ആദ്യമായിട്ട്. ഈ സ്ഥലത്ത് ഈ ക്ഷേത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്വപ്നത്തിൽ ഞാൻ കണ്ട സ്ഥലം ഇതാണെന്ന്. അങ്ങനെയാണ് ഞാനിത് വാങ്ങി പിന്നെ ഗ്രാജുവലായിട്ട് പല പ്രതിബന്ധങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ ഈ ഇൻറ്റിമസി എന്ന സൗഖ്യ ഗ്രാമം അതൊരു ഓർഗാനിക് ഡെവലപ്മെൻറ്റ് സ്വയം വളർന്നു വരികയായിരുന്നു. അതിനുശേഷമാണ് അപരിചിതനായ ഞാൻ, ഒരു താല്പര്യവുമില്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെ വന്നുപെട്ടു, എന്തുകൊണ്ട് വന്നുപെട്ടു എന്ന് അന്വേഷിച്ച് ഞാനിതിൻ്റെ ചരിത്രം ഇവിടെയുള്ള പഴയ ആൾക്കാരോടൊക്കെ അന്വേഷിച്ച് പിന്നെ മറ്റ് ചില ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ പൂവത്തൂർ ഗ്രാമത്തിൻ്റെ പൗരാണിക പ്രസക്തിയും അതിലെ ഈ 8.5 ഏക്കർ പന്തംവിളയുടെയും ആ ഒരു പ്രാധാന്യം മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ വരുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും, ഇവിടെ ഏകദേശം ഒരു 10-40ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരിപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. രോഗചികിത്സയ്ക്ക് വേണ്ടിയാണ്. ഇവരിൽ നല്ലൊരു പങ്ക് ആൾക്കാരും പറയുന്നത് അവർക്ക് അവരെ കുടുംബത്തെത്തിച്ചേർന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഈ മണ്ണിന് അങ്ങനെ ഒരു ഓർമ്മ ഒരു തരംഗ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സിദ്ധ പരമ്പരയുടെ ആയിരക്കണക്കിന് സിദ്ധന്മാർ വന്ന് പൂജകൾ ചെയ്ത ഈ മണ്ണിൽ ആ മണ്ണ് ആ ഓർമ്മകൾ നിലനിർത്തുന്നു എന്നതിന് ഒരു തെളിവ് ഈ അനുഭവങ്ങളാണ്. ഒരു രോഗിയുടെ മനോനില ചികിത്സയുടെ ഫലത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് സിദ്ധവൈദ്യത്തിൻ്റെ അല്ലെങ്കിൽ സിദ്ധശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വം. ഇത് തന്നെയാണ് ഇപ്പോൾ അൾട്രാ മോഡേൺ സയൻസിൽ സൈക്കോസൊമാറ്റിക് തെറപ്പി എന്നും ക്വാണ്ടം ഹീലിംഗ് എന്നും ഒക്കെ പറയുന്നത്. സോ നമ്മൾ ഇൻറ്റിമസിയിൽ മെഡിസിനും എന്നുവെച്ചാൽ മരുന്നിനും മനസ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. 40ഓളം രാജ്യങ്ങളിൽ നിന്നായി ഇവിടെ അനവധി പേരാണ് വിവിധ തരത്തിലുള്ള ചികിത്സകൾക്കായി എത്തുന്നത്. ഇവർക്കെല്ലാം ഭാരതത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന വിവിധ തരത്തിലുള്ള സേവനങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു വരുന്നു. I've seen a lot of places in Kerala, but this place, Intimacy, is a beautiful place. When I came here, it was beautiful. The entire drive was absolutely mesmerizing. Through the ways of hills, I came to this ancient healing place called Intimacy. Everything here is very natural, beautiful. Your morning starts with a beautiful meditation, yoga. You have amazing sattvic food which helps you in healing, and you have amazing therapies and doctors who take care of yourself. I came from a very stressful environment where it was only pressure, stress, and I found no place. But when I was here, I started healing. My entire 7 days trip in Intimacy, especially my time with Guruji, helped me to revive, to see the world from a different place, from spirituality, from healing, from a new vision. I really love this entire place. This place has everything which today no other place can offer. The sessions with Guru will take you to at a very spiritual different level. 7 days back and now my journey is very beautiful here. I see a difference in my hair, in my skin, the way I think,
the way I am healing. My entire thought process changed to a very, very positive approach. The entire Kerala is a God's own country, and intimacy is definitely a God's gift. Hi, I'm Chitrashila from Delhi, but for the past 20 years I am in Trivandrum. But when I came to Trivandrum, I could not find any place where I can just get all the peacefulness and yoga center. When I came here, when I met Guruji, I got very good positive vibes. And from here, I just come here and visit the Intimacy. And all the package, whatever he gives here is immense. ഇൻറ്റിമസിയിൽ നമ്മൾ ഭാരതത്തിൻ്റെ ദർശനവും ആയുർവേദത്തിൻ്റെ തനിമയും ശാസ്ത്രബോധവും യോഗയുടെ വിവിധ തലങ്ങളായിട്ടുള്ള പ്രാണായാമം, ധ്യാനം ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു സമന്വയ ചികിത്സയാണ് അവലംബിക്കുന്നത്. ഇവിടെ വിവിധ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, സന്ധി രോഗങ്ങൾ, ദീർഘകാലമായിട്ട് നിൽക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുകൾ, വ്യത്യസ്തമായിട്ടുള്ള അഡിക്ഷൻ പ്രോബ്ലങ്ങൾ ഇതിനെല്ലാത്തിനു വേണ്ടി നമ്മൾ ചികിത്സ നൽകുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ തനതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ദർശനവും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ചികിത്സ നമ്മളെപ്പോഴും പറയുന്നത് ഇൻറ്റിമസി ഓഫേഴ്സ് നോ ഡിസീസ് ബിയോണ്ട് കൺട്രോൾ. രോഗിയുടെ മനമറിഞ്ഞുള്ള ചികിത്സാരീതിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം തന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനുള്ള പ്രതിവിധിയും ഇവിടെ നിന്നും ലഭിക്കുന്നു. ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് ഇൻറ്റിമസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. കുറച്ചൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻറ്റിമസി ക്ലിനിക്കിലാണ് ആദ്യമായിട്ടൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടാണ് അവിടെ ചെന്നത്. എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ചേഞ്ച് തന്നെ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു മെൻ്റലി വളരെ റിലാക്സേഷനാണ്. നമ്മൾ യോഗയെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇൻറ്റിമസിയിലെ യോഗയും ഗുരുജിയുടെ ഒരു സാന്നിധ്യവും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും ഇൻ പേഴ്സണായിട്ടുള്ള അറ്റൻഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു പാട്ടുകാരി, ഒരു ഗായിക എന്നുള്ള നിലയിൽ എനിക്ക് ഇൻറ്റിമസിയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി നന്നായിട്ട് എന്താ പറയുക, എൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റി എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പാടാനും അല്ലെങ്കിൽ ലൈഫിനെ കുറച്ചുകൂടി നന്നായിട്ട് ആ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആ ബാലൻസിങ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സിദ്ധ ആചാര്യന്മാർ നടത്തിയിരുന്ന രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു പുനർസൃഷ്ടിയാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി നാം ചെയ്യുന്നത് ആയുർവേദം, അതും ശുദ്ധ ആയുർവേദം, സിദ്ധവൈദ്യം, കളരി ചികിത്സ, യോഗ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇങ്ങനെ എല്ലാ പൗരാണിക സംവിധാനത്തെയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ രോഗചികിത്സയ്ക്ക് എത്തുന്ന ആളിന് പരമാവധി സൗഖ്യം സാധ്യമാക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യവും പ്രവർത്തന രീതിയും. അതിന് ഉപോത്ബലകമായി നിൽക്കുന്നത് ഇവിടുത്തെ ജീവിത രീതിയാണ്. നാം നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ശുദ്ധമായ, അതായത് ഇതിനകത്ത് നമുക്ക് യാതൊരുവിധ രാസവള പ്രയോഗങ്ങളും ഇല്ല. അതായത് പശുവിന് കാലിത്തീറ്റ പോലും കൊടുക്കില്ല. അവരെ പറമ്പിൽ മേയാൻ വിടും. അങ്ങനെ പച്ചപ്പുല്ലും വെള്ളവും കുടിച്ച് വളരുന്ന പശുക്കളിൽ നിന്ന് കിട്ടുന്ന ചാണകവും മൂത്രവുമാണ് വളമായി ഉപയോഗിക്കുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന പാലും പാലുൽപ്പന്നങ്ങളുമാണ് ആയുർവേദ ചികിത്സയ്ക്കും പിന്നെ ഭക്ഷണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കെമിക്കൽ എഫക്റ്റ് ഇല്ലാത്ത 100% പ്രകൃതിദത്തമായ ആഹാരം, അന്നാത് ഭവന്തി ഭൂതാനി, അടിസ്ഥാനം അന്നം, അത് ശുദ്ധമാക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം, ഇവിടെ നമുക്ക് പൈപ്പ് കണക്ഷനില്ല, ക്ലോറിനില്ല, ആ വെള്ളം, ശുദ്ധമായ ജലം, പിന്നെ കളരിയിലെ വ്യായാമങ്ങൾ. കളരി ആൾക്കാർ ധരിക്കുന്നത് അടിതട പഠിപ്പിക്കുന്ന സ്ഥലം അല്ല. ആയുർവേദവും സിദ്ധവൈദ്യവും മന്ത്രവാദവും കായകൽപ്പ ചികിത്സയും എല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ പൗരാണിക കളരികളിൽ നിന്നാണ്. അപ്പോൾ ആ കളരിയിലെ മർമ്മ ചികിത്സ ഉൾപ്പെടെ പിന്നെ അതിൻ്റെ ചില സാധനാ രീതികളും ആസനങ്ങളെ, വ്യായാമത്തെ ഔഷധമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് യോഗ ചികിത്സ, പ്രാണായാമം, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കും. ഇങ്ങനെ ആഹാരവും വെള്ളവും വ്യായാമവും മനോവ്യായാമവും 4 കൂടി ചേർത്ത് പ്രകൃതിദത്തമായി ജീവിക്കുമ്പോൾ പ്രകൃതി നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്ന രോഗത്തിൻ്റെ പ്രതിരോധ മാർഗം ആര് തന്നെ പറഞ്ഞു തരും? ഈ പ്രകൃതി തന്നെ പറഞ്ഞു തരും. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഒപ്പം വ്യക്തിക്ക് ഒരു ട്രെയിനിങ്ങും കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ചികിത്സയും പ്രതിരോധ സംവിധാനത്തെ വളർത്താനുള്ള ആ ഒരു വിദ്യാഭ്യാസവുമാണ് കൊടുക്കുന്നത്.
ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നോ ഡിസീസ് ഈസ് ബിയോണ്ട് കൺട്രോൾ. ഒരു രോഗത്തിനും പിന്നെ ആ ഒരു ശരീരത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. കാരണം മനസ്സിലാണ് രോഗം, മനസ്സിൻ്റെ ഓർമ്മകളിലാണ് രോഗം. ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നു ഒരു മനുഷ്യൻ 180 ദിവസങ്ങൾക്കകത്ത് അയാളുടെ ശരീരത്തിലെ സർവ്വകോശങ്ങളും പുനർസൃഷ്ടിക്കപ്പെടും 6 മാസം കൊണ്ട്. ഈ നമ്മുടെ ബോൺ മാരോ ഉൾപ്പെടെ തലമുടി മുതൽ നഖം വരെ പുതിയ കോശങ്ങളാവും. അങ്ങനെയെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ ഒരു ശരീരത്തിൽ ഒരു രോഗത്തിന് എങ്ങനെ നിലനിൽക്കാൻ പറ്റും? അപ്പോൾ പുതിയ കോശങ്ങൾ വന്നാലും മനസ്സിൽ നിന്ന് ഞാൻ രോഗിയാണ് എന്ന ഓർമ്മ ഈ പുതിയ കോശത്തിലേക്ക് വരുന്നതോടുകൂടി അവൻ വീണ്ടും രോഗിയായി തന്നെ മുന്നോട്ട് പോകും. അത് തടയണമെങ്കിൽ ആദ്യം മനസ്സിൽ നിന്ന് രോഗത്തെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതാക്കണം. ധ്യാനത്തിനത് കഴിയും. അങ്ങനെ പോസിറ്റീവ് തോട്ട്സ് കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്ന മനസ്സിൽ പിന്നെ വരുന്ന പുതിയ ജീവകോശങ്ങൾ അതുമായിട്ട് ചേർന്ന് വരുമ്പോൾ ശരീരവും മനസ്സും കൂടി പുതിയ ഒരു അനുഭവ തലത്തിലേക്ക് മാറും. ഇതാണ് പൗരാണിക ഭാരത പൈതൃകത്തിൻ്റെ ചികിത്സാ സംവിധാനവും ഇന്ന് ആധുനിക ശാസ്ത്രം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ക്വാണ്ടം ഹീലിംഗ്. ട്രെയിൻ ദ മൈൻഡ്, ദെൻ ബോഡി മാറ്റർ വിൽ ഒബേ ഇറ്റ്സ് കമാൻഡ്. ഇത് മോഡേൺ സയൻസ്. ശരീര മനസ്സോ യോഗോ പരസ്പരം അനുവർജയത്, ഇത് പൗരാണിക ശാസ്ത്രം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് സംസ്കൃതവും ഒന്ന് ഇംഗ്ലീഷും. അപ്പോൾ ഇതിനെ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് സാധന ചെയ്ത് ഏത് രോഗത്തിൽ നിന്നും മുക്തി നേടാം എന്ന ഒരു ഉറപ്പ് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇന്ന് ഏകദേശം ഒരു 10,000-1500 വർഷങ്ങൾക്ക് ശേഷം ഇതൊരു പുതിയ സ്ഥലവും പ്രതീക്ഷയുമായി നിലനിൽക്കുന്നു. നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയായി മാറ്റുന്ന ഒരു ഹീലിംഗ് തെറാപ്പിയാണ് ആത്മീയ അന്തരീക്ഷം തുളുമ്പുന്ന ഇവിടെ നിന്നും നൽകിപ്പോരുന്നത്. എൻ്റെ പേര് വിനയ. ഞാൻ ഇൻറ്റിമസിയിൽ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. തെറാപ്പി കോഴ്സ് കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന സമയത്താണ് ഗുരുജിയെ കാണാനിടയാവുകയും ഇൻറ്റിമസിയിലെ തെറാപ്പിസ്റ്റായിട്ടൊരു വേക്കൻസി എനിക്ക് ഗുരുജി തരികയും ചെയ്തത്. ഇവിടെ വന്നു തെറാപ്പിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും യോഗയെക്കുറിച്ച് അറിയുവാനും ഗുരുജി വഴി എനിക്ക് സാധിച്ചു. എന്തെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിലും ജോലിക്ക് നമ്മൾ കയറി ജോലി ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ ഹാപ്പിയായി മാറും. ഇവിടെ നിന്ന് പോകുമ്പോഴും അതെ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോടെയാണ് പോകാനും കഴിയുന്നത്. ഒരു ജോലി ചെയ്യുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്ക് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോഴോ തോന്നാറില്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഉതകുന്നതും എന്നാൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരവുമായ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. ഇൻറ്റിമസിയുടെ ചികിത്സാ സംവിധാനം പൂർണ്ണമായും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അന്നാത് ഭവന്തി ഭൂതാനി എന്ന ഭഗവത്ഗീതയുടെ ആപ്തവാക്യമാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്നത് അന്നമാണ്, അഥവാ ആഹാരമാണ്. നാടൻ ഭാഷയിൽ പറയും, അന്നം പിഴച്ചവൻ്റെ ജീവിതത്തിൻ്റെ ഉന്നം പിഴച്ചു എന്ന്. ജീവിത ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കണം. ആ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം അവനവൻ കഴിക്കുന്ന ആഹാരം തന്നെയാണ്. ഈ അമ്മമാർ സ്നേഹത്തോടെ പാചകം ചെയ്യുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക രുചിയും ഒരു പ്രത്യേക ബലവുമുണ്ട്. നമ്മൾ അടുക്കള സൂക്ഷിക്കുന്നത് 100% ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാവനത്വത്തോടുകൂടിയാണ്. ഇവിടുന്ന് വരുന്ന ആഹാരമാണ് നമ്മൾ പ്രധാനമായും ഔഷധമായി കൊടുക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരം തെറ്റായാൽ ആ ശരീരത്തിൽ ഒരു ഔഷധത്തിനും കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആധുനിക വൈദ്യശാസ്ത്രവും പാരമ്പര്യ വൈദ്യശാസ്ത്രവും ഒരുപോലെ പറയുന്നത്, ആഹാരത്തെ ഔഷധമായി കഴിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഔഷധത്തെ ആഹാരമായി കഴിക്കാൻ നാം നിർബന്ധിതമാകും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എല്ലാ ആഹാരത്തിനും രുചികരമായ ആഹാരം, പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത, ചുവന്ന മുളക് നമ്മളിവിടെ ഉപയോഗിക്കില്ല. അത് ഈ വറ്റൽ മുളകെന്ന് പറയും. അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഡിസ്ട്രക്റ്റീവ്. അത് നമ്മുടെ ആ പ്രതിരോധ സംവിധാനത്തിനെ പ്രതികൂലമായി ബാധിക്കും. 2, എണ്ണ ചൂടാകുക. എണ്ണ ചൂടാകുമ്പോൾ അത് ഫൈബ്രസ് ആകും, അത് സാച്ചുറേറ്റ് ആയി പോകും. ആ സാച്ചുറേഷൻ എന്ന് പറയുന്നത് ലിവറിന് ലോഡ് കൂട്ടും. അത് ഒഴിവാക്കാനാണ് അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ അതിൽ തളിക്കാറുള്ളൂ. ഈ രീതിയാണ് ആയുർവേദത്തിൻ്റെ
ശരിക്കും പാചക സംവിധാനം അതിനെ 100% നമ്മളിവിടെ പരിപാലിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ തയ്യാറായി വരുന്ന രോഗിയെ പിന്നീട് ഡോക്ടറുടെ കയ്യിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔഷധങ്ങൾ വളരെ ശക്തമായി ശരീരത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇൻറ്റിമസിയിൽ എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പൗരാണിക ശാസ്ത്രത്തെ അവലംബിക്കുന്നു എന്നതുകൊണ്ട് ഈ ആധുനിക ശാസ്ത്രത്തെ നാം പൂർണ്ണമായും അവഗണിക്കുന്നു എന്നില്ല. അവസരോചിതമായി ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നു. അത് പൗരാണികമായാലും ആധുനികമായാലും ശാസ്ത്രം തന്നെയാണ്. ഉദാഹരണത്തിന് 2 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നൊരു രോഗി ഇവിടെ വന്നു. ദേഹം മുഴുവൻ നീര്. നോക്കുമ്പോൾ എന്താണ്, കിഡ്നി രണ്ടും പരാജയപ്പെട്ടു, 0 ഫങ്ഷൻ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അതേ നിവൃത്തിയുള്ളൂ. രോഗി അതിന് തയ്യാറല്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും കൂടി ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ രോഗി സമ്മതിക്കണം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇമ്മീഡിയറ്റായിട്ട് ഇവിടെ അടുത്തുള്ള ആധുനിക വൈദ്യം ഒരു വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാര്യങ്ങൾ വിശദീകരിച്ചു. അവിടെ തന്നെ നെഫ്രോളജിസ്റ്റും പറഞ്ഞു കിഡ്നി മാറ്റിവെക്കുക, അതേ നിവൃത്തിയുള്ളൂ, ബിക്കോസ് 0 ഫങ്ഷൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒരു ഡയാലിസിസ് കൊടുക്ക്, യു ട്രൈ. അവർ കണ്ടിന്യൂസ് ഡയാലിസിസ് കൊടുത്തു. ഒരാഴ്ച കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിൻ 14 നിന്ന് 7 വന്നു. ദേഹത്തുള്ള നീര് പോയി. ഞങ്ങൾ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ ആ ഒരു ചികിത്സാ രീതികളും പ്രാണായാമം ലളിതമായിട്ട് കൊടുക്കുകയും ആഹാരത്തെ മാറ്റി അതിന് നമ്മുടേതായ ഒരു ചിട്ടവട്ടമുണ്ട്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും നീര് കൂടി. വീണ്ടും ആശുപത്രി കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്തു, തിരിച്ചു കൊണ്ടുവന്നു. ഈ 2 ആഴ്ച കൊണ്ട് നീര് കൂടിയത് പിന്നെ 4 ആഴ്ചയായിട്ടും നീര് വന്നില്ല. ഇദ്ദേഹം പറയും തിരിച്ചു പോകണം. നാട്ടിലേക്ക് തിരിച്ചു പോയി എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടത്, ആഹാരം കഴിക്കേണ്ടത്, എമർജൻസി വരുമ്പോൾ ആശുപത്രിയിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്യുക. ഈ 2 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. മാസത്തിൽ 2 ഡയാലിസിസോട് കൂടി ആ മനുഷ്യൻ ഇപ്പോഴും സ്വസ്ഥമായി ജീവിക്കുന്നു. അപ്പോൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് വേണ്ട രീതിയിൽ ആ ശാസ്ത്രത്തെ പ്രയോഗിച്ചാൽ നമുക്ക് പലതും അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമാക്കാം. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഡി അഡിക്ഷൻ. പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്ന്, മദ്യം. ഇന്ന് ആധുനിക ലോകത്ത്, പ്രത്യേകിച്ചും ഡെവലപ്ഡ് കൺട്രീസ്, അമേരിക്ക, കാനഡ, യൂറോപ്പ് മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ സ്റ്റഡീസ് പറയുന്നത് 40 മുതൽ 50% വരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേ ആർ സർവൈവിങ് ഓൺ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ്. ഇവിടെയും നമ്മൾ ചുറ്റും കാണുന്നില്ലേ? ഇതെന്ത് പരിഹാരം? ലഹരി മനുഷ്യന് അത്യാവശ്യമാണ്. അത് ആന്തരികമായി സൃഷ്ടിച്ചില്ലെങ്കിൽ അവൻ ബാഹ്യമായി അവൻ കണ്ടെത്തും. ഈ ആന്തരികമായി ലഹരി സൃഷ്ടിക്കുന്ന രീതിയാണ് ആത്മലഹരി എന്ന് പറയും. അതാണ് പ്രാണായാമം. നമ്മുടെ ഗുരുക്കന്മാരെല്ലാം പ്രാണായാമത്തിലൂടെ ലഹരി സൃഷ്ടിച്ചിരുന്നു. പ്രാണാപാനിയൂർ ഗ്രന്ഥി, ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ്, പ്രാണനെയും അപാനനെയും കൂടി യോജിപ്പിച്ചാൽ, അതാണ് യോഗ. അങ്ങനെ യോജിപ്പിച്ചാൽ പുതിയ ഗ്രന്ഥികൾ ആക്റ്റീവാകും. അവർ സൃഷ്ടിക്കുന്ന ആ എൻസൈംസ്, അത് ഹോർമോൺസ്, ആ ഉള്ളിൽ നിന്ന് പുതിയ ലഹരികൾ ഉണ്ടാക്കും. പക്ഷേ അത് കൺസ്ട്രക്റ്റീവ് അഡിക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻടോക്സിക്കേഷനാണ്, റീജനറേറ്റീവാണ്. ബ്രെയിൻ സെൽസിനെ അത് ആക്റ്റീവാക്കും. എന്നാൽ അത് അറിയാത്തവൻ എന്തു ചെയ്യും? ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ബാഹ്യലഹരിയിലേക്ക് വീഴും. അത് ഡീജനറേറ്റീവാണ്. അത് തലച്ചോറിൻ്റെ കോശങ്ങളെ നശിപ്പിക്കും. അപ്പോൾ ഇവിടെ പൗരാണിക ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നൊരു കാര്യം, പ്രകൃതിയുമായി സമരസപ്പെട്ട് ജീവിക്കുകയും ഒപ്പം നമ്മുടെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുക, കൃത്യമായി ഉപയോഗിക്കുക. ആ ഒരു രീതിയിലൂടെ ഇവിടെ വരുന്ന സിഗരറ്റിൻ്റെ അഡിക്ഷൻ, പിന്നെ മറ്റ് പല മയക്കുമരുന്നിനും അഡിക്ഷൻ, പിന്നെ മദ്യത്തിൻ്റെത്, ഇത് വന്ന ഉടനെ ഞങ്ങളിത് നിർത്തണമെന്ന് പറയാറില്ല, ഇത് നിർത്തണ്ട എന്ന് പറയും. അപ്പോൾ ഇവന് വലിയ സന്തോഷമാകും. എന്നിട്ട് ഇവൻ്റെ ആഹാരത്തിൻ്റെ രീതി അങ്ങ് മാറ്റും. അപ്പോൾ ആഹാരം ശുദ്ധമാകുമ്പോൾ തന്നെ ഈ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളരും. അതുവരെ അഡിക്റ്റായിരുന്ന ഒരു പോയിസൺ വരുമ്പോൾ ശരീരം എന്തു ചെയ്യും? അതിനോട് പറയും എനിക്കിത് അത്ര സ്വസ്ഥത പോരാ എന്ന് പറയും, അത്ര സന്തോഷം കിട്ടില്ല. അപ്പോൾ ഗ്രാജുവലി 40 സിഗരറ്റ് വലിച്ചിരുന്നവൻ അത് 20 കൊണ്ടുവരും. വീണ്ടും പ്രാണായാമം കൊടുക്കും. അപ്പോൾ ഇവൻ്റെ ആ ഒരു മനസ്സിൻ്റെ
ശക്തി, ശരീരവുമായിട്ടുള്ള ഒരു താതാത്മ്യം അത് കൂടുതൽ ആക്റ്റീവാകും. അതായത് ഒരു പശുവിൻ്റെ അടുത്ത് നമ്മൾ നന്നായി വേവിച്ച ഒരു മാംസാഹാരം കൊണ്ടില്ല, അതൊന്ന് മണക്കും, അതൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കും. കാരണം ആ ആഹാരം ഇവന് വേണ്ട എന്ന് ആ ശരീരത്തിനറിയാം. കൃത്യമായ ആഹാര, വ്യായാമ, ധ്യാന, ഔഷധ പ്രയോഗങ്ങളിലൂടെ അഡിക്ഷൻ്റെ ഏതവസ്ഥയിൽ നിന്നും രോഗിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാവുന്നതാണ്. വേർ ദെയർ ഈസ് ആൻ എഫർട്ട് ദെയർ ഹാസ് ടു ബി എ റിസൾട്ട്. ഏത് അവസ്ഥയും പ്രകൃതി പറയുന്നത് അതാണ്. നിങ്ങൾ എന്തങ്ങോട്ട് കൊടുക്കുന്നു അതിനനുസരിച്ച് അത് തിരിച്ചു തരും. അപ്പോൾ നല്ല ശ്രമം നാം നടത്തിയാൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം തിരികെ ലഭിക്കും. 6 ഇയേഴ്സ് മുന്നേ എനിക്കൊരു അസുഖം വന്നായിരുന്നു. അതിൻ്റെ പേര് അക്യൂട്ട് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് ആയിരുന്നു. നടുവിനാണ് അത് ഇൻഫെക്ഷൻ ബാധിച്ചതിന് ഫുള്ളായിട്ടും കിടപ്പായിപ്പോയി. അപ്പോൾ എന്നെ തിരിച്ചു വരാൻ സഹായിച്ചത് യോഗ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇൻറ്റിമസിയിലെ ഗുരുജി. കാരണം പുള്ളി വീട്ടിൽ വന്ന് എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞു തന്ന്. കാരണം ബെഡിൽ എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. അത് ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ് അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്തത്. കാരണം അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ ബ്രീത്തിങ് എക്സസൈസിലൂടെ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നത്. കാരണം എനിക്ക് യൂറിനൊന്നും പോകത്തില്ലായിരുന്നു, മോശം പോകത്തില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു. മരുന്ന് കൊണ്ട് നമുക്ക് തിരിച്ചു വരാവുന്നതിൻ്റെ ഒക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ ഗുരുജിയുടെ സഹായത്തോടു കൂടി ഞാൻ ആ യോഗയിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടാണ് എനിക്ക് ഓരോ കാല് പതുക്കെ ഞാൻ നടന്നു തുടങ്ങി. പിന്നെ എൻ്റെ യൂറിൻ ട്യൂബെല്ലാം മാറ്റി, അല്ലാതെ തന്നെ എനിക്ക് യൂറിൻ സെൻസേഷൻ വന്നു തുടങ്ങി. അങ്ങനത്തെ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വന്നത് യോഗ ചെയ്തിട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡിപ്രസ്ഡ് മൂഡിലായിപ്പോയി. കാരണം അതിന് അസുഖം വരുന്ന ഒരാഴ്ച മുന്നേ ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് കിടക്കുമ്പം ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ എൻ്റെ ഫാമിലിയോടൊപ്പം പിന്നെ എൻ്റെ ഡോക്ടേഴ്സ്, അതിനേക്കാളുപരി ഗുരുജി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ നിൽക്കാൻ കാരണം, ഒരു പരിധിവരെ എന്നെ ഇവിടെ നിർത്തി സംസാരിപ്പിക്കാനും കാരണം യോഗ തന്നെയാണ്. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന ഒരു മാതൃകാ കുടുംബമാണ് യോഗി ശിവന്റേത്. യോഗി ശിവന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും കുടുംബത്തിന്റെ സർവ്വ പിന്തുണയുമുണ്ട്. ഈ പൗരാണിക ചികിത്സ അല്ലെങ്കിൽ പൗരാണിക ഭാരതത്തിൻ്റെ ഋഷി പാരമ്പര്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഏതോ സന്യാസിമാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ധരിക്കേണ്ട ആവശ്യമില്ല. പഴയകാല നമ്മുടെ നല്ല സന്യാസിമാരെല്ലാം കുടുംബസ്ഥരായിരുന്നു. അവർക്ക് വളരെ ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം ഉണ്ടായിരുന്നു. ഞാനും അതിൻ്റെ പാതയിൽ തന്നെയാണ്. ഞാൻ സന്യാസം സ്വീകരിച്ച് കാട് കയറിയെങ്കിലും ഞാൻ അന്വേഷിച്ചത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി വേഷങ്ങൾ അതിനൊരു വലിയ ഘടകമല്ലെന്ന്. പിന്നെ അവനവൻ്റെ ധർമ്മത്തിൽ നിന്നും ഒളിച്ചേടേണ്ട കാര്യവുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാഷായ വസ്ത്രം ഉപേക്ഷിച്ച് ലൗകിക ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ ഭാര്യ, 2 കുട്ടികൾ. കുട്ടികൾ 2 പേരിൽ മൂത്ത ആൾ സിദ്ധ ഡോക്ടറാണ്, രണ്ടാമത്തെ ആൾ ആധുനിക വൈദ്യം MBBSന് 5ാം വർഷം പഠിക്കുകയാണ്. പിന്നെ അവർക്ക് ഈ പൗരാണിക സംസ്കൃതിയുടെ ആ ഒരു മൂല്യം അത് ഞാൻ കുട്ടിയിലെ തന്നെ അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വഴി കാണിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എൻ്റെ കുട്ടി വഴി പിഴച്ചാൽ അതിൻ്റെ അതിൻ്റെ ആദ്യ കാരണം ഞാൻ തന്നെയാണ്. ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കളോട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്. എൻ്റെ അച്ഛൻ കൂടെ പറയുമായിരുന്നു. അച്ഛൻ ഒരു വൈദ്യനായിരുന്നു. അടയ്ക്കാമരത്തിൽ തേങ്ങ പിടിക്കില്ല, അല്ലെങ്കിൽ മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല. അന്നൊരു തമാശ രൂപത്തിലാണ് ഞാൻ കേട്ടതെങ്കിലും ഇറ്റ്സ് എ റിയൽ ഫാക്റ്റ്. എൻ്റെ ചിന്തകളും എൻ്റെ ആഹാര ചര്യകളുമാണ് എന്നിൽ നിന്ന് ഒരു ബീജത്തെ ഉണ്ടാക്കുന്നത്. ആ ബീജം ഒരു വിത്താണ്. ആ വിത്തായിരിക്കും എൻ്റെ കുഞ്ഞായി മുളച്ചു വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി നാം വരും തലമുറയെ വാർത്തെടുക്കേണ്ടത്. ഒപ്പം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭയത്തെയും ഉത്കണ്ഠയും ഒഴിവാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 2 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നാം 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ആ 3 ചോദ്യങ്ങളാണ്: ഞാൻ എവിടെ നിന്ന് ജനിച്ചു? എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ ജനിച്ചു, പക്ഷേ എവിടെ നിന്ന് ഞാൻ വന്നു? എന്തിന് ഞാൻ ജനിച്ചു? ഒരു ദിവസം ഞാൻ മരിക്കും,
എല്ലാവരും മരിക്കും. മരണശേഷം ഞാൻ എങ്ങോട്ട് പോകും? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ഒരു പുസ്തകവും ഒരു ഗുരുവും തരില്ല. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ തന്നെ മൗനത്തെ, നമ്മുടെ തന്നെ നിശബ്ദതയെ കേൾക്കാൻ പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാക്കുള്ളൂ. ഇതുകൊണ്ടാണ് നമ്മുടെ ആചാര്യന്മാരെ എല്ലാം മുനിമാർ എന്ന് വിളിച്ചത്. മുനി എന്നാൽ ദ പേഴ്സൺ ഹൂ ഒബ്സർവ്സ് ഹിസ് സൈലൻസ്. ഒരു മനുഷ്യൻ അവൻ്റെ തന്നെ നിശബ്ദതയുടെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിശബ്ദത അവനോട് സംസാരിക്കും. ആ സംസാരം ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു കൊടുക്കും. ഭയത്തെയും ഉത്കണ്ഠയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ആ ഉത്തരം മാത്രമേ സാധ്യമാക്കൂ. അങ്ങനെയെങ്കിൽ ജീവിതം ഒരു ഉത്സവം പോലെ ആയിരിക്കും. അവിടെ നമുക്ക് ദേഷ്യമില്ല, പരസ്പര മത്സരമില്ല, എല്ലാവരോടും നമുക്ക് സഹകരിക്കാൻ കഴിയും. ആ സഹകരണമാണ് ഗുരുക്കന്മാർ പണ്ട് പറഞ്ഞിരുന്നത് വസുധൈവ കുടുംബകം. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കുടുംബമാണ് എന്ന ഒരവസ്ഥയിലേക്ക് അനുഭവം കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞാൽ നാം ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ പുണ്യം നേടി എന്ന് പറയാം.